ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യം. സോ കുറേ പേര് തപ്പി നടക്കുകയായിരിക്കും ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് നല്ലതാണോ, ഏതാണ് കഴിക്കേണ്ടത്, കഴിച്ചിട്ട് വല്ല റിസൾട്ടും ഉണ്ടാവുമോ, സ്കാർസും അതുപോലെ തന്നെ ആക്നെയൊക്കെ മാറുമോ, സ്കിൻ ടെക്സ്ചർ മാറുമോ, അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ ഈവൻ സ്കിൻ ടോൺ ആയിട്ട് മാറുമോ, ഹെൽത്തി സ്കിൻ കിട്ടുമോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. ഇത് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഒരു 17 ദിവസമൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ ചെറുതായിട്ടൊരു ബ്രൈറ്റനിങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അത് മാത്രമല്ല ആക്നെയും സ്കാർസൊക്കെ ചെറുതായിട്ട് കുറഞ്ഞ പോലെ ഉണ്ട് എന്നൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു 17 ദിവസം കഴിഞ്ഞിട്ട് ഒരു 1 വീക്കും കൂടി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ പറയുക, ടാബ്ലറ്റ് കഴിച്ചാൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരും എന്ന് ഞാൻ കേട്ടു. സോ എനിക്കൊരു പേടി, അത് കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ചെറുതായിട്ട് എനിക്ക് റിസൾട്ട്, ചെറുതായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു, സ്കിൻ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആയതുപോലെ ഫീൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഇത് നിർത്തിയിട്ട് എനിക്ക് ഒരു 7 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു 7 മാസം 7 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യണമെന്ന്, അതായത് ഓൾറെഡി ഞാൻ അപ്പോൾ റിവ്യൂ ചെയ്തു. പിന്നെ എനിക്ക് ഇതിപ്പോൾ ചെയ്യണമെന്ന് തോന്നാനുള്ള മെയിൻ റീസൺ ഞാൻ പറയാം. ആ സമയത്ത് ഞാനിത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇവരിത് പറയണത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ പോലെ ഹെൽത്തി സ്കിന്നും നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ കഴിച്ച് നമ്മുടെ സെൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ആവും. ആക്നെ സ്കാർസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറിയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, സ്കിൻ ടോൺ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, ക്ലിയർ സ്കിൻ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 3 മന്ത്സ് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 4 to 5 മന്ത്സെങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവർ പറഞ്ഞ പോലത്തെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഞാനിത് കണ്ടിന്യൂ ചെയ്തില്ലല്ലോ. ഞാൻ ഒരു കുറച്ച് ദിവസം ഞാൻ കഴിഞ്ഞിട്ട് ഞാനത് നിർത്തിയതിന് ശേഷം നമ്മുടെ സ്കിൻ, അതായത് നമ്മളിത് ടെമ്പററി ഓപ്ഷനാണിത്. നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരു ടെമ്പററി ഓപ്ഷൻ മാത്രമാണ്. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കഴിക്കാൻ പാടില്ല. ബിക്കോസ് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളിത് കഴിച്ചിട്ട് 1 മാസം നിങ്ങൾ വാങ്ങി കഴിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് കഴിക്കാത്തത് കൊണ്ട് തന്നെ ആ റിസൾട്ട് നിങ്ങൾക്ക് പോകും. പിന്നെ അത് നമുക്ക് പഴയ സ്കിന്നായിട്ട് അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. സ്കിൻ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൺ ആയ പോലെ നമ്മുടെ സ്കിൻ ചെറുതായിട്ടൊരു ഹെൽത്തി ഫീലിംഗ് ആക്കുക, അതായത് ചെറിയ ഉണർവൊക്കെ നമുക്ക് ഉണ്ടാവും എന്നല്ലാതെ വേറെ നന്നായിട്ട് സ്കിൻ ഫെയർ ആവും എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തുള്ള അവസ്ഥ എന്ന് പറയാം, അപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 to 5 മന്ത്സ് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറയുക. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു ടെമ്പററി ഓപ്ഷൻ മാത്രമായിട്ടാണ് ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങി കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ, ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹെൽത്തിയാണ്, നന്നായിട്ട് നമുക്ക് സൈഡ് എഫക്റ്റ് വരുമ്പോൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, സ്കിന്നും നല്ലതാണ്. അപ്പോൾ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ടെമ്പററി ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല, പിന്നെ എന്ന് പറയണത് ഇത് ചിലവർക്ക് മാത്രമേ ചേരുള്ളൂ, ചിലവർക്ക് ചേരില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട്, അവർക്ക് അറിയുന്ന ഒരു കുട്ടി ഇങ്ങനെ ഇതുപോലെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ഫേസിൽ നന്നായിട്ട് ആക്നെ വരാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഫേസിൽ ആക്നെ വരാൻ തുടങ്ങിയതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞിട്ട്. അപ്പോൾ ആക്നെ എല്ലാവർക്കും ഇത് വാങ്ങി കഴിച്ചാൽ ചേരണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ഡോക്ടറെ സജസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങി യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല വിശ്വസിച്ച് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും പറയുന്നതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസ് ഉള്ളത് കൊണ്ടാണ് എല്ലാവരും വാങ്ങി ഇത് ട്രൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളിത് വാങ്ങി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എങ്കിൽ ഇതിന്
ഒരു ഉപകാരം ഉണ്ടാവില്ല, വെറുതെ പൈസ കളയുമെന്നൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പല വീഡിയോസിലും ഞാൻ നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്രൈഡ്സിനൊക്കെ അവരിത് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഗ്ലൂട്ടോത്തൈൻ ഇത് കഴിച്ച് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മാരേജ് ഇപ്പോൾ ഒരു 1 to 3 monthsനുള്ളിലാണെങ്കിൽ നിങ്ങളിതൊന്ന് കഴിച്ച് നോക്കുക, നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ആവുമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം നമ്മളിത് ചെയ്ത് എല്ലാവർക്കും ചിലപ്പോൾ ചേരണമെന്ന് ഞാൻ പറഞ്ഞ പോലെ കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്കാൻസും ഈ കുരുക്കളും മാറുമെന്ന് പറയാൻ ചിലർക്ക് ഇത് വരുത്തും. അതുകൊണ്ട് അങ്ങനെയൊന്നും ട്രൈ ചെയ്യാതിരിക്കുക. ബ്രൈഡ്സിനൊന്നും നിങ്ങൾക്ക് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് വാങ്ങിക്കഴിക്കുക. അല്ലാതെ നിങ്ങൾ കല്യാണത്തിനൊക്കെ കുറച്ച് നാൾ മുമ്പ് നിങ്ങളൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്കിൻ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ ആക്നെ വേഴ്സ് ആക്കും. സ്കിൻ ഡാമേജസ് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഇത് ചിലപ്പോൾ കൂടുതലാക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവർ വാങ്ങിയിട്ട് ഇത് ട്രൈ ചെയ്യാതിരിക്കാം. പിന്നെ ഇത് വാങ്ങി ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പലരും ഇത് വാങ്ങിക്കഴിക്കുന്നതിൻ്റെ ഒരു ഇതെന്ന് പറയണത്, ഒരു കാരണം എന്ന് പറയണത് IV ഷൂട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഗ്ലൂട്ടത്തൈൻ IV ഇഞ്ചെക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം ബെറ്റർ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലൂട്ടത്തൈൻ ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഇതെനിക്ക് തോന്നുന്നു ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ നമ്മുടെ ശരീരത്തിന് വലിയ ദോഷമൊന്നും ചെയ്യാത്ത രീതിയിലുള്ളൊരു ടാബ്ലറ്റ് ആണ്. ഇത് കഴിച്ച് കൂടുതൽ പേരും അങ്ങനെ പ്രോബ്ലംസ് സൈഡ് എഫക്റ്റ് വന്നൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല റിസൾട്ടൊക്കെ പതിയെ ഉണ്ടാവണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പോൾ കിഡ്നി അടിച്ച് പോകും എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കഴിക്കണം, റിസൾട്ട് കിട്ടണമെന്നുള്ളവർ. അല്ലാത്തവരാണെങ്കിൽ പേടിയാണെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മളെപ്പോഴും ഗ്ലൂട്ടോത്തൈൻ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡ്സ് യൂസ് ചെയ്യുക. ധൈര്യത്തോടെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ബ്രാൻഡ്സ് യൂസ് ചെയ്യുക. ഇതൊരു ജാപ്പനീസ് ചിക്നൂട്രിക്സ് എന്ന് പറയുന്ന ജാപ്പനീസ് ടാബ്ലറ്റ് ആണ്. 500 mg ഗ്ലൂട്ടോത്തൈൻ പ്ലസ് വൈറ്റമിൻ C ആണ്. ഇത് എനിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിനിക്കലി പ്രൂവൺ ആണ്, ജാപ്പനീസ് ഗ്ലൂട്ടോത്തൈൻ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ബാഡായിട്ടൊന്നും പറയാനില്ല. കാരണം നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവാതിരിക്കില്ല. കണ്ടിന്യൂ ചെയ്യണം നിർത്തി വെച്ചാൽ വേസ്റ്റാണ്, പൈസ വെറുതെ പോകും. സോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതങ്ങനെ ചേരണമെന്നൊന്നും ഇല്ല. എനിക്കതാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വാങ്ങി ട്രൈ ചെയ്യണം എന്നുള്ളവരൊക്കെ ഇതുപോലത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. നിർത്തി കഴിഞ്ഞു വെച്ചാൽ ഇതിന് നമ്മുടെ റിസൾട്ട് പോകുമോ, ടെമ്പററി ഓപ്ഷൻ ആണോ, അതോ പെർമനൻ്റ് ആയിട്ട് സ്കിൻ വൈറ്റനിങ് ചെയ്യുമോ എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി ട്രൈ ചെയ്യട്ടെ. വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങളിപ്പോഴും യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയോ ഇല്ലയോ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ച് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും കേട്ടോ. ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലൈക്കോടി ക്ലിക്ക് ചെയ്ത് വെച്ച് ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. ഞാൻ പലതരത്തിലുള്ള ഫേസ് പാക്കുകളും ഫുൾ ബോഡി വൈറ്റനിങ് ഡ്രിങ്ക്സ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.